നമസ്കാരം. ശക്തിയേറിയ പൂഞ്ഞാറിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുവടിൽ നിന്നും ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന SCCയുടെ സാരഥി സഖാവ് മായാമോൾ KP ആണ്. നമസ്കാരം മായാമോൾ. നമസ്കാരം. പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തിയേറിയ സ്ഥാനാർത്ഥികളാണ് ഈ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത്. SCCI ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നേരിടുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ മായാമോൾ KP. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും SUCI കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ SUCI മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്നത് കോർപ്പറേറ്റ് നയങ്ങളിലൂടെ ജനജീവിതം തകർക്കുന്ന മുന്നണികൾക്കെതിരെ വിധിയെഴുതുക, ജനകീയ സമരത്തിന്റെ അതിശൈത്യ ശക്തി SUCIയെ ശക്തിപ്പെടുത്തണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ SUCI ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ 33 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ 5 മണ്ഡലങ്ങളിലും SUCI മത്സരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏതു ഭരണമുന്നണി അധികാരത്തിൽ വന്നെന്ന് പറഞ്ഞാലും സാധാരണക്കാരന്റെ ജീവിതം ഏറെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു മുന്നണി അധികാരത്തിൽ വന്നാലും നടപ്പിലാക്കുന്നത് ഒരേ നയങ്ങൾ തന്നെയാണ്. ഭരണം മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നടപ്പിലാക്കുന്നത് ഒരേ നയങ്ങൾ തന്നെയാണ്. കേന്ദ്രത്തിലാവട്ടെ സംസ്ഥാനത്തിലാവട്ടെ നടപ്പിലാക്കുന്ന ഭരണമുന്നണികൾ നടപ്പിലാക്കുന്ന നയങ്ങൾ സാധാരണക്കാരന്റെ ജീവിതം അപ്പാടെ തച്ചു തകർക്കുന്നതും ദുസ്സഹമാക്കി തീർക്കുന്നതുമായിട്ടുള്ള സാഹചര്യമാണ്. സാധാരണക്കാരൻ 7 ദിവസവും മുണ്ടുമുറുക്കി പണിയെടുത്താലും അവന് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അവനെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത് ജനങ്ങൾ ഈ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഭരണമാറ്റത്തിലൂടെയോ ഭരണ നയങ്ങളിലൂടെയോ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കത്തില്ല. മറിച്ച് സംഘടിതമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഈ സാമൂഹിക വ്യവസ്ഥിതി ഏതൊരു ഭരണമുന്നണി അധികാരത്തിൽ വന്നാലും ഈ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ നടപ്പിലാക്കുക എന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. SUCIക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളതും ജനകീയ സമരത്തിന്റെ രാഷ്ട്രീയമാണ്. ഈ വ്യവസ്ഥിതി മാറുവാൻ ജനകീയ സമരത്തിന്റെ പാതയിൽ ജനങ്ങൾ അണിനിരക്കണമെന്നും ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാറുവാൻ ജനകീയ സമരത്തിന്റെ പാതയിൽ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ഒന്നുചേരണമെന്നുമാണ് SUCIക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. കോട്ടയം ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ SUCI മത്സരിക്കുന്നുണ്ട്. പൂഞ്ഞാർ മണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയാൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളങ്ങലുണ്ട്. അതിന് മുമ്പത്തെ വികസന കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് PC ജോർജിനും കാണും. SUCIയെ സംബന്ധിച്ചിടത്തോളം എന്ത് വികസനത്തെക്കുറിച്ചാണ്, നിങ്ങളുടെ എന്ത് പ്രവർത്തനത്തെക്കുറിച്ചാണ് പൂഞ്ഞാർ മണ്ഡലത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളിവിടെ വികസനം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആരുടെ വികസനമാണ് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണം. കാരണം ഈ കോർപ്പറേറ്റ് നയങ്ങളിലൂടെ ഭരണത്തിൽ അധികാരത്തിൽ വരുന്ന മുന്നണികൾ നടപ്പിലാക്കുന്ന ഈ കോർപ്പറേറ്റ് നയങ്ങളിലൂടെ ഒരിക്കലും സാധാരണക്കാരന് വികസനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവില്ല. കാരണം നമ്മൾ നിലനിൽക്കേണ്ടി വരുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് വികസന വാഗ്ദാനങ്ങളോ ഒന്നും തന്നെ ജനങ്ങൾക്ക് മുന്നിൽ തരാനില്ല. മറിച്ച് ജനകീയ സമരത്തിന്റെ പക്ഷത്ത് എന്നും SUCI ഉണ്ട്. ന്യായമായ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് സാധാരണക്കാരൻ ഈ നാട്ടിൽ പണിയെടുക്കുന്നവൻ ചെയ്യുന്ന സമരത്തോടൊപ്പം എന്നും ജനകീയ സമരത്തിന്റെ പക്ഷത്ത് SUCI ഉണ്ട്. 266 ദിവസം ന്യായമായ തൊഴിൽ വേതനത്തിനു വേണ്ടി ആശമാർ തെരുവിൽ നടത്തിയ ഐതിഹാസികമായ ആശാ സമരത്തോടൊപ്പം നിലനിൽക്കാൻ SUCIക്ക് സാധിച്ചു. ഐതിഹാസികമായ കർഷക സമരം, വിളപ്പിൽശാല സമരം, ചെങ്ങറ സമരം, മൂലമ്പള്ളി സമരം, അങ്ങനെ കേരളത്തില് എമ്പാടും വളർന്നു വന്നിട്ടുള്ള ജനകീയ സമരത്തോടൊപ്പം ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകി നിൽക്കുവാൻ SUCIക്ക് സാധിച്ചിട്ടുണ്ട്. മുണ്ടക്കയം സർക്കാർ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുണ്ടക്കയം സർക്കാർ ആശുപത്രി ജനകീയ സമരസമിതി രൂപീകരിച്ചുകൊണ്ട് നടത്തുന്ന
ആ സമരത്തിൽ മുണ്ടക്കയത്തെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാരന് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുണ്ടക്കയം സർക്കാർ ആശുപത്രി ജനകീയ സമരസമിതി നടത്തുന്ന ആ സമരത്തോടൊപ്പം നിലനിൽക്കുവാൻ SUCIക്ക് സാധിക്കുന്നുണ്ട്. SUCIയുടെ പ്രതിനിധി എന്ന നിലയിലും ആ സമര പോരാട്ടത്തിൽ നിലനിൽക്കുവാനും എനിക്കും സാധിക്കുന്നുണ്ട്. SUCIക്ക് ജനങ്ങളുടെ മുന്നിൽ വികസനം എന്ന് പറഞ്ഞുള്ള പൊള്ളയായ വാഗ്ദാനം നൽകി നിലനിൽക്കുവാൻ സാധിക്കില്ല. മറിച്ച് ജനങ്ങളുടെ പക്ഷത്തു നിന്നും ശരിയായ ജനകീയ സമരങ്ങൾ വളർന്നു വരുന്നതിലൂടെ മാത്രമേ, ഈ വ്യവസ്ഥിതി മാറിയാൽ മാത്രമേ സാധാരണക്കാരന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന എനിക്ക് എന്റെ അടയാളമായ ടോർച്ച് അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിൽ അല്പസമയം നമ്മളോടുകൂടെ സമയം ചെലവഴിച്ചതിൽ SUCIക്കും എൻ്റെ സ്ഥാനാർത്ഥി മായാമോൾക്കും നന്ദി, നമസ്കാരം.